അപ്പോൾ ഇതാ അഹിമോൻ്റെ സ്കൂളിലാണ് കേട്ടോ ഞാനുള്ളത്. അഹിമോൻ്റെ സ്കൂളിൻ്റെ വാർഷികം സെലിബ്രേഷനാണ് ഇന്ന്. അപ്പോൾ ഇതാ എല്ലാവരും റെഡി ആവുന്നതിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം. ഇപ്പം അംഗനവാടി കുട്ടികളുടെ പ്രോഗ്രാം ഡാൻസേഴ്സൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ അടിപൊളിയാണ് കേട്ടോ. അവരുടെ കോസ്റ്റ്യൂംസ് കാണാൻ തന്നെ നല്ല രസമാണ് അവരിട്ടിട്ട്. അപ്പോൾ നല്ലോണം കളിക്കുന്നുമുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അഹീൻ്റെ അടുത്തായിരുന്നു, ഡ്രസ്സിങ് റൂമിലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവരത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ 2 ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ അവൻ്റെ അടുത്തേക്ക് തന്നെ പോയി. കുറേ പേരുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ ആ ഒരു അരീക്കോട് പരിസരത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് രക്ഷിതാക്കളും കാണികളായിട്ടും ഒരുപാട് പേരുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. അഹിമോനെ അവിടെ നിന്ന് ഡാൻസ് പഠിപ്പിച്ചതാണ് കേട്ടോ. അവിടെ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് പേര് വീട്ടിൽ നിന്ന് പഠിച്ചവരുണ്ട്. അപ്പോൾ ഇതാ അഹിമോൻ്റെ ഡാൻസിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂംസൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നിട്ടൊന്ന് കയറാമെന്ന് വിളിച്ചപ്പോൾ അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് അംഗനവാടിത്തെ പ്രോഗ്രാമാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് LKG കുട്ടികളെ ഡ്രസ്സപ്പ് ചെയ്യുന്നുണ്ട്. അഹിമോൻ്റെ LKGയിൽ 8ാമത്തെ ഡാൻസാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ഫസ്റ്റ് സെക്കൻഡൊക്കെ പ്രോഗ്രാംസിനുള്ള കുട്ടികളാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇവർ ഒരുങ്ങിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കീർത്തനക്കുട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ കീർത്തനക്കുട്ടി വെൽക്കം ഡാൻസിനാണുള്ളത്. അപ്പം അതിന് പോവാണ്. അപ്പോൾ നമ്മളെ മേക്കപ്പിനായിട്ട് 2 പേരുണ്ട്. ഒരാൾ ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കും. ഒരാൾ അല്ലാത്ത എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അഹിമോന് ഗ്രീൻ കളറിൽ 2 ഒരു പൊട്ട് പോലത്തെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരാൾ അഹിമോൻ്റെ ഫേസ് എന്താ അറിയുമോ അങ്ങനെ, അതായത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ്. അപ്പോൾ അഹിമോൻ്റെ പ്രോഗ്രാം തുടങ്ങി. അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിലേ ഉണ്ടായിരുന്നുള്ളൂ. അംഗനവാടിയിൽ നമ്മൾ 4 ഡാൻസിന് ഉണ്ടായിരുന്നു, പിന്നെ ഒരു നാടകത്തിനുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രോഗ്രാംസിലുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാം. അപ്പം തന്നെ ഒരുപാട് ഇപ്പം അംഗനവാടി തൊട്ടിട്ട് 4ാം ക്ലാസ്സിലെ പിള്ളേരെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ഐറ്റത്തിലൊന്നും നമുക്ക് പങ്കെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഒരു ഐറ്റത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞുമക്കളിങ്ങനെ ഓരോ കോസ്റ്റ്യൂംസിൽ കാണാൻ തന്നെ നല്ല ഭംഗി. പിന്നെ ലൈറ്റ്സിൻ്റെ എഫക്റ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഫ്രണ്ടിൽ നിന്നിട്ട്. അത്രയ്ക്കും ക്രൗഡായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലൈവ് പോകുന്നത് കൊണ്ട് വീഡിയോ നിങ്ങൾക്ക് നല്ല HD വീഡിയോ യൂട്യൂബിൽ തന്നെ എടുക്കാമെന്നുള്ളത് പറഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ അധികം എടുത്തില്ല. കുറച്ച് എടുത്തിട്ട് പിന്നെ എനിക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും അവൻ്റെ ഡാൻസ് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഞാൻ ജസ്റ്റ് കുറച്ചൊരു ഭാഗം എടുത്തിട്ട് പിന്നെ ബാക്കി ഞാൻ അവൻ്റെ ഡാൻസ് എടുത്ത വീഡിയോ വരെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഇതായിരുന്നു കേട്ടോ, ഫ്യൂഷൻ സോങ്സ് ആയിരുന്നു. കുറേ സോങ്സ് കമ്പൈൻ ചെയ്ത് നമ്മളെ ഫുൾ ഫിലിം സോങ്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിട്ട് ടീച്ചർക്ക് ഞാൻ വലിയൊരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. കാരണം ഈ കുഞ്ഞുമക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ എത്രയോ പേരെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഓരോ പ്രോഗ്രാം വരുമ്പോൾ ടീച്ചർ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇരുന്ന് അവർക്ക് ജസ്റ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ടീച്ചർക്ക് വലിയൊരു കൺഗ്രാറ്റ്സ്. അപ്പോൾ അഹിമോനൊരു ടാലൻറ്റ് എക്സാമിന് അഹിമോൻ വിന്നറാണ്. അപ്പോൾ അവനൊരു സർട്ടിഫിക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഐസ്ക്രീമും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കാരണം കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീമിൻ്റെ പല ടൈപ്പ് ഓഫ് ഐസ്ക്രീംസിൻ്റെ ആൾക്കാരും ഉണ്ട്. ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വാർഷികം ഇത്രയും സക്സസ്ഫുള്ളായി നടത്താൻ പറ്റിയതിന് എല്ലാവർക്കും ഞാൻ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ വക ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. പിന്നെ നമ്മുടെ അഹിമോൻ്റെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഹിമോനൊരു ലൈക്ക് ആൻഡ് കമൻറ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.